ഇന്നു മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടി എൻ്റെ നിയമോളും നിയമോളും കൂടെ നിങ്ങളെല്ലാം സഹായിക്കാൻ വേണ്ടി വേർഡുകൾ വൊക്കാബുലറി കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പഠിപ്പിക്കുക. അപ്പോൾ ഓരോ സെൻറ്റൻസും ഒരു ദിവസം 10 സെൻറ്റൻസ് വേണ്ടി സിമ്പിൾ സെൻറ്റൻസ് കുഞ്ഞുങ്ങൾ പഠിപ്പിക്കും. മനസ്സിലാവുന്നോ? അതെങ്ങനെ? കഴിഞ്ഞൊരു ദിവസം നമ്മൾ 10 ഇപ്പോൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. അതിനിപ്പോൾ ഇന്നത്തെ ഇപ്പം പറയുന്നതിന് വേണ്ടി നമ്മുടെ നിയമോള് പറയുകയാണ്. പറഞ്ഞോ. ഗുഡ് ഈവനിങ് എവരിവൺ. ഇറ്റ്സ് ഓൾറെഡി ഗെറ്റിംഗ് മർക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് 10 വേർഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ സിമ്പിളായിട്ട് ഫസ്റ്റ് വേർഡ് ഇറ്റ്സെൽഫ് ഇസ് ഗോർജിയസ്. ഗോർജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്നാണ് അർത്ഥം. ഓക്കെ, വെരി ഗുഡ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ലുക്ക് സോ ഗോർജിയസ് ടുഡേ, നീ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊന്നാണ് ഇനോർമസ്. ഇനോർമസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ്. ഹ്യൂജ് എന്നാണ് ഇനോർമസിന്റെ അർത്ഥം. ഇനോർമസ് അതിന്റെ ഉച്ചാരണം അല്ലേ? ഞാൻ എനോർമസ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ ഇനോർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹ്യൂജ് എന്നാണ് അർത്ഥം. നമുക്കിപ്പോൾ ഒരു ഇനോർമസ് എലിഫന്റ് എന്ന് പറയാം, ഒരു ഹ്യൂജ് എലിഫന്റ് എന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ മറ്റൊരു വേർഡാണ് ഫ്രിജിഡ്. ഫ്രിജിഡ് എന്ന് പറഞ്ഞാൽ കൂൾ എന്നാണ് അർത്ഥം. കൂൾ. ഓക്കെ, ഉള്ളൊരു സാധനത്തെ നമുക്ക് എന്താണെന്ന് പറയാം, ഫ്രിജിഡ് എന്ന് പറഞ്ഞ വേർഡ് കൊണ്ടിട്ട് യൂസ് ചെയ്യാം. മറ്റൊരു വേർഡാണ് അബോമിനബിൾ. ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ വേർഡ്സ് ആണ്. നമ്മളിപ്പോൾ കാലത്തിനൊത്ത രീതിയിൽ നമ്മളുടെ ഇംഗ്ലീഷ് എന്ത് ചെയ്യുക, കുറച്ച് സ്റ്റൈലിഷ് ആക്കി മാറ്റാം. ഇതൊക്കെ നിങ്ങൾക്ക് പ്രസന്റേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അബോമിനബിൾ എന്ന് പറഞ്ഞാൽ ടെറിബിൾ എന്നാണ് അർത്ഥം. ഓക്കെ, ഇറ്റ്സ് എൻ അബോമിനബിൾ സിറ്റുവേഷൻ. ഇതൊരു ടെറിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വേർഡ്സ് യൂസ് ചെയ്യാം. മറ്റൊന്ന് പറഞ്ഞാണെങ്കിൽ നറേറ്റ്. എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനെപ്പറ്റി എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. I'm going to narrate this situation, this scenario. ഇപ്പോൾ നമുക്ക് പറയാം ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യാൻ. ഓക്കേ, അടുത്ത. അപ്പോൾ ഇതിനെയാണ് നറേറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വേർഡ് പറയാം, നമ്മൾ ഹെൽപ്പ്. എവിടെ ചെന്നാലും നമ്മൾ പറയാം ഐ ക്യാൻ ഹെൽപ്പ് യു, ഐ വുഡ് ഡു ദാറ്റ്. അപ്പോൾ നമ്മൾ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ എന്താ, സാധാ കോമൺലി ഹെൽപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിന് വരെ നിങ്ങൾക്ക് ഒരു സിമ്പിൾ വേർഡാണ് അസിസ്റ്റ് ചെയ്യുക. അസിസ്റ്റൻസ്, ഐ വിൽ അസിസ്റ്റ് യു ഫോർ ദാറ്റ്. ഇനി മറ്റൊരു വേർഡാണ് നമ്മൾ തിങ്ക് എന്ന് പറയാം. നമ്മളെപ്പോഴും പറയും യെസ് തിങ്ക് ലൈക്ക് ദാറ്റ്. അങ്ങനെ പറയണ്ട, കൺസിഡർ ദാറ്റ് സിറ്റുവേഷൻ എന്ന് പറയാം. സിമ്പിൾ വേർഡാണ് കൺസിഡർ. തിങ്കിന് പകരം യൂസ് ചെയ്യുന്നൊരു മോഡേൺ വേ ആയിട്ട് നമ്മളിപ്പോൾ പറയുന്ന മൊത്തം കൺസിഡർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹെൽപ്പും അസിസ്റ്റും കൺസിഡർ നിങ്ങൾക്ക് കുറേയും കൂടി യൂസ് ചെയ്യാവുന്നതാണ്. ബാക്കി നമ്മൾ പറഞ്ഞ വേർഡ്സ് ആയിട്ടുള്ള ഗോർജസ്, ഇനോമസ്, ഫ്രിജിഡ്, ഇതൊക്കെ നിങ്ങളിങ്ങനെ ഡെയിലി യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. 10th word for you guys to figure out. What is the new word for stop? A suspend be do not move. അപ്പോൾ ഇന്നത്തെ 10 വേർഡ്സ് ഇതായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു. വെരി ഗുഡ്.